ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. ഇറ്റ്സ് മീ ഷുഹൈദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സസൈസ് 5.3-ലെ ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ നമ്പർ 11 വരുന്നതെന്നും അത് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതും നമുക്കൊന്ന് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇഫ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ആൻ AP ഈസ് 4n minus n square, what is the first term, that is S1? What is the sum of first two terms? What is the second term? Similarly, find the third, the 10th and nth term. Okay, അതായത് നമുക്കൊരു സം ഓഫ് n ടേംസിന്റെ അൾജിബ്രയാണ് തന്നിട്ടുള്ളത്, സീക്വൻസിന്റെ അൾജിബ്ര അല്ല. അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തു. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് സമ്മിന്റെ അൾജിബ്രയാണ്. സം ഓഫ് n ടേംസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് 4n minus n square. അഥവാ SN ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് കാണാൻ പറയുന്നത് ഫസ്റ്റ് ടേം ആണ്, അഥവാ S1. എന്നിന് 1 കൊടുത്താൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും, അഥവാ ഫസ്റ്റ് ടേമിന്റെ സമ്മ്. ഫസ്റ്റ് ടേമിന്റെ സമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നതും അതിന്റെ സമ്മ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2, 4, 6 എന്ന് പറയുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം എത്രയാണ്? 2 ആണ്. ഇതിലെ ഫസ്റ്റ് ടേം ആഡ് ചെയ്താൽ എന്താ കിട്ടുക? 2 തന്നെയാണ് അല്ലെ? അപ്പോൾ അതുകൊണ്ടാണ് S1 എന്ന ബ്രാക്കറ്റിൽ നമുക്ക് അവിടെ തന്നത്. അപ്പൊ ഫസ്റ്റ് ടേം കാണാൻ പോവാണ്. എന്നിന് എന്ത് ചെയ്യണം? 1 കൊടുക്കണം. ആൻഡ് ദാറ്റ് ഈസ് 4 into 1 minus 1 square. അപ്പോൾ 4 into 1 4 ആണ്, 1ന്റെ സ്ക്വയർ 1 ആണ്. 4 minus 1 3 കിട്ടി. അപ്പോൾ ഫസ്റ്റ് ടേമും 3 ആണ്, സമ്മും 3 ആണ്. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് ടു ടേംസ്? ഫസ്റ്റ് ടു ടേംസിന്റെ സമ്മ് കാണാൻ SNന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? S2 കൊടുത്താൽ മതി. അപ്പോൾ S2 കൊടുത്തു കഴിഞ്ഞാൽ, N-ന് 2 കൊടുത്തു കഴിഞ്ഞാൽ 2 ടേമിന്റെ സമ്മ് കിട്ടും. 2 ടേമിന്റെ സമ്മ് കിട്ടും. അപ്പോൾ 4 into 2 minus 2 square. 4 into 2 8 ആണ്, minus 2 square 4 ആണ്. 8 4 പോയാൽ 4. ഇതിൽ നിന്ന് സെക്കൻഡ് ടേമും കാണാൻ പറഞ്ഞിട്ടുണ്ട്. സം ഓഫ് ടു ടേംസ് കണ്ടതിന് ശേഷം സെക്കൻഡ് ടേം കാണണം. സെക്കൻഡ് ടേം കാണാൻ 2 ടേമിന്റെ സമ്മെന്ന് ഒരു ടേമിന്റെ സമ്മ് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 4 minus 3 എന്ന് കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് 1. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം 3 ആണ്, സെക്കൻഡ് ടേം 1 ആണ്. ഇനി സിമിലർലി ഇതുപോലെ തേർഡ് ടേം കാണണം. അപ്പം ഞാൻ S3 കണ്ടു. ഇതുപോലെ കാണാനാണല്ലോ പറഞ്ഞത്. S3 എന്ന് പറയുമ്പോൾ എന്നിന് എന്ത് കൊടുക്കണം? 3 കൊടുക്കണം. അപ്പോൾ 4 into 3 minus 3 square വരും. അഥവാ 4 into 3 12 ആണ്, 3 square 9 ആണ്. 12 minus 9 നമുക്ക് 3 കിട്ടും. ഇനി ഇതിൽ നിന്ന് A3 കാണാൻ 3 ടേംസിന്റെ സമ്മെന്ന് 2 ടേംസിന്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം 2, 4, 6 എന്ന് പറയുന്ന ഒരു സീക്വൻസിൽ ഇത് മൂന്നും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 12 കിട്ടും അല്ലെ? ഫസ്റ്റത്തെ 2 എണ്ണം കൂട്ടിയാലോ നമുക്ക് 8 കിട്ടും. സോറി, 6 കിട്ടും. 8 അല്ല, 4 2 6 കിട്ടും. നോക്കിയാ, ഇതിലെ തേർഡ് ടേം കാണാൻ സം ഓഫ് തേർഡ് ടേം എന്ന് സം ഓഫ് ടു ടേംസ് മൈനസ് ചെയ്താൽ പോരെ? 12 6 പോയാൽ 2 കണ്ടോ? അപ്പൊ ഇവിടെ തേർഡ് ടേം കാണാൻ S3യിൽ നിന്നും S2നെ മൈനസ് ചെയ്യണം. S3 എന്ന് പറയുന്നത് 3 ആണ്, S2 എന്ന് പറയുന്നത് 4 ആണ്. സോ വാട്ട് ഈസ് 3 minus 4? ഇറ്റ്സ് -1. ഓക്കെ, അപ്പൊ A3 കിട്ടി എത്രയാ? -1. A3 എത്രയാ? -1. ഓക്കെ, ഇനി A1 കിട്ടി 3 ആണ്, A2 കിട്ടി 1 ആണ്, A3 കിട്ടി -1 ആണ്. ഇനി അടുത്തത് 10 കാണണം. A10 കാണണം. A10 എങ്ങനെ കാണുക? നമ്മൾ A3 എങ്ങനെ കണ്ട്? S3ന്ന് S2 കുറച്ചു അല്ലേ? അതേപോലെ തന്നെ A2 എങ്ങനെ കണ്ട്? S2ന്ന് S1 കുറച്ചു. അപ്പോൾ A10 എങ്ങനെ കാണുക? S10ന്ന് S9 കുറക്കണം. എങ്ങനെയാ? S10ന്ന് S9 കുറക്കണം. സെപ്പറേറ്റ് S10ഉം S9ഉം കണ്ടുപിടിച്ചിട്ട് മൈനസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കാൻ പോകണ്ടോ? S10 കൊടുക്കുകയാണ്. S10 എന്ന് പറഞ്ഞാൽ എന്താ? N-ന് 10 കൊടുത്താൽ മതി. അപ്പോൾ 4 into 10 minus 10 square മൈനസ് ഇട്ടു. എന്നിട്ട് ഒരു ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. ഡയറക്റ്റ് കൊടുക്കുമ്പോൾ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. 4 into N 9 ആണ്, 9 minus 9 square. 4 into 10 എത്രയാ? 40. 10ന്റെ സ്ക്വയർ 100. ഇനി ബ്രാക്കറ്റിൽ 4 into 9 36 minus 81. ഇനി
40 മൈനസ് 100 ചെയ്തു. 40 മൈനസ് 100, 40 നിന്ന് 100 പോകില്ല. ദെൻ 100 മൈനസ് 40 60 ആണ്. വലുത് നെഗറ്റീവ് ആയതുകൊണ്ട് -60. മൈനസ് 36 മൈനസ് 81 പോകില്ല. ദെൻ 81 മൈനസ് 36 -41. ഇനി രണ്ട് നെഗറ്റീവ് അടുപ്പിച്ച് വരുമ്പോൾ ഇറ്റ് ബിക്കം പോസിറ്റീവ്. സോ 60 മൈനസ് 45, 60 നിന്ന് 45 പോയാൽ നമുക്ക് ബാക്കി 15 ഉണ്ടാവും. വലുത് നെഗറ്റീവ് ആണ്. സോ 45 50 10 60 കണ്ടോ. ഓക്കെ, 15 ഉണ്ടാവും. വലുത് നെഗറ്റീവ് ആണ്. സോ ആൻസർ ഈസ് -15. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, അപ്പോൾ A10 എങ്ങനെയാണ് കണ്ടത്? S10 എന്ന് S9 കുറച്ചു. ഇനി nth ടേം കാണണം. nth ടേമിൻ്റെ ഇക്വേഷൻ ഞാൻ കാണിച്ചു തരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പറയാൻ പറ്റും മക്കളെ എങ്ങനെ nth ടേം കാണാം. 10th ടേം കാണാൻ S10 എന്ന് അതിൻ്റെ തൊട്ട് മുമ്പുള്ള S9 കുറച്ചു. ഇനി nth ടേം കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് nth ടേം എത്രാമത്തെ n തന്നിട്ടില്ലല്ലോ. അപ്പോൾ എന്താണ് ചെയ്യാന്ന് ഇനി ഐഡിയ ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്ത് ചെയ്യണം? an കാണാൻ Sn എന്ന് Sn-1 കുറക്കണം. അഥവാ A10 കാണാൻ S10 എന്ന് S9 കണ്ടോ, 10ന്റെ തൊട്ട് മുമ്പ്. അപ്പൊ Sn എന്ന് n-ന്റെ തൊട്ട് മുമ്പ് ആരാ വരിക? n-1. അതെന്ത് ചെയ്യണം? കുറക്കണം. an കാണാൻ Sn എന്ന് Sn-1 അല്ല, ഇത് സഫിക്സിലാണ് വരിക കേട്ടോ, സഫിക്സിലാണ് വരിക. Sn-1 കുറക്കണം. നോക്കിക്കോ, ഞാനിവിടെ കൊടുക്കാൻ പോവാണ് കേട്ടോ. Sn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n-ന്റെ സ്ഥാനത്ത് n കൊടുക്കണം. Sn-1 എന്ന് പറഞ്ഞാൽ n-ന്റെ സ്ഥാനത്ത് ആരെ കൊടുക്കണം? n-1 കൊടുക്കണം. n-ന്റെ സ്ഥാനത്ത് ആരെ കൊടുക്കണം? n-1. Sn എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 4n - n² തന്നെയാണ്. ഇവിടെ 4 n-ന്റെ സ്ഥാനത്ത് n-1, n-ന്റെ സ്ഥാനത്ത് n-1ന്റെ സ്ക്വയർ വരും. ഇനി ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, ശ്രദ്ധിച്ചോ. ബ്രാക്കറ്റിനുള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 4 × n 4n, 4 × -1 -4. ഇതിനെ a - b ഹോൾ സ്ക്വയറിൽ ഞാൻ എക്സ്പാൻഡ് ചെയ്തു. a² അഥവാ n². -2ab എന്നാണ്. അപ്പോൾ 2 × n 2n, 2n × 1 2n തന്നെ, -2ab. പ്ലസ് b², b 1 ആണ്. സോ b² 1² എന്ന് വരും, 1. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇതിൻ്റെ ഉള്ളത്തെ ബ്രാക്കറ്റ് ഞാൻ അത് ഓപ്പൺ ചെയ്തു. അപ്പോൾ 4n - 4 ഇത് പ്ലസ് n² ആണ്, അത് -n² ആവും. -2n + 2n ആവും. +1 -1 ആവും. ഓക്കെ, ഇനി ഒന്നുകൂടെ അടുത്ത സ്റ്റെപ്പിൽ ഒന്നുകൂടെ 4nക്ക് 2n കൂട്ടിയാൽ 6n, -4ഉം -1ഉം ചെയ്താൽ -5, ദെൻ -n². ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ +6n എന്നുള്ളത് -6n ആവും. -5 +5 ആവും. -n² +n² ആവും. അപ്പോൾ ഈ -n² +n² എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ദെൻ 4n -6n, 4n എന്ന് 6n പോയാൽ, 4 നിന്ന് 6 പോയാൽ -2n. ഓക്കെ, ദെൻ ഇനി ആരൊക്കെ ഇവിടെ ചെയ്യാനുള്ള? ഒരു +5. അപ്പോൾ -2n + 5 ഇതാണ് ഇതിൻ്റെ nth ടേം വരിക. ഓക്കെ ആണോ മക്കളെ? അപ്പോൾ nth ടേം നമ്മൾ എങ്ങനെ കണ്ട്? Sn എന്ന് Sn-1 മൈനസ് ചെയ്തു. ഓക്കെ, അതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും പറയാം. എങ്ങനെ? 5 - 2n എന്നും പറയാം, അല്ലെങ്കിൽ -2n + 5 എന്ന് പറയാം. രണ്ടും കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. മനസ്സിലായല്ലോ എങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യാന്നുള്ളത്? ഓക്കെ.